ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഞാൻ കിടിലൻ നടനാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല അഹങ്കാരം കാണിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അജു പക്ഷേ ഇത്രയും സിമ്പിൾ ആവുന്നത് എങ്ങനെയാണ്? ഭയങ്കര ഇൻസെക്യൂർ ആക്ടർ ആയതുകൊണ്ടായിരിക്കും. സിനിമയിൽ മാത്രമുള്ള ഈ കോടിക്കണക്ക് പറയുന്നത്. ഇപ്പൊ ഞാൻ സിനിമയിലല്ലാതെ എന്റെ ജീവിതത്തിൽ കോടിക്കണക്കില്ല. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എബോവ് ആവറേജ് മിഡിൽ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടാകും. അരുൺ പുനല്ലൂർ ഗംഭീരമായി അഭിനയിച്ച ഒരു സീൻ ഇരുത്തിയാ പറയുന്നത്. അത് കണ്ട് ഞാൻ ഇമോഷണൽ ആയി പോയി. പക്ഷെ ഞാനത് കട്ട് ചെയ്തു. രഞ്ജേട്ടൻ കേറിയ അന്ന് മുതൽ ഞങ്ങൾ കൊടുക്കട്ടെ. രഞ്ജി പണിക്കർ വന്നതോടുകൂടി സെറ്റിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു. മലയാളത്തിലെ വൺ ഓഫ് ദി റിനോൺഡ് റൈറ്റേഴ്സിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഭയം അദ്ദേഹത്തിനോടുണ്ട്. സാറിന്റെ ഒരു സ്റ്റൈലുണ്ട്, ചെറിയൊരു പിടുത്തമുണ്ട്, പ്രൊനൗൺസിയേഷൻ തന്നെ അനുകരിക്കാൻ പറ്റാത്ത ഒരു രീതിയും കൂടെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്വാധീനിച്ചിട്ട് നമ്മളും ആ തരത്തിൽ സംസാരിച്ചു പോകില്ലേ? ഇല്ല കേട്ടോ, അത് ഭയങ്കര പാടാ പറയാൻ. ഇപ്പൊ ആടെന്ന് പറഞ്ഞില്ലേ, അതൊന്നുമല്ല, പടക്കുതിര ആയിരിക്കും രഞ്ജി സാർ ചെയ്ത ഏറ്റവും നല്ല കോമഡി സാധനം പറഞ്ഞിരിക്കും. ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ ചോദിക്കും, സുരാജേട്ടൻ ആ ക്യാരക്ടർ ചോദിച്ചു. ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്നാണ് ഞങ്ങളൊക്കെ. ഒരു തട്ടിപ്പുണ്ട്, ഒരു 420 പരിപാടിയുണ്ട്, ചീറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633888575. പടക്കുതിര എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അജു വർഗീസ് ഉണ്ട്, അതുപോലെ ഡയറക്ടർ സലോൺ ഉണ്ട്, അരുൺ പുനലൂരുണ്ട്. ഹായ് അരുൺ. അരുണെ ഞാൻ ഫേസ്ബുക്കിൽ എഴുത്തിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അജു, എനിക്ക് തോന്നുന്നു ഇതൊരു കോമഡി ജോണറുള്ള സിനിമയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീരിയസ് വേഷപ്പകർച്ചകളൊക്കെ മാറ്റിവെച്ചോ? പ്ലാൻ ചെയ്ത് വന്നതല്ല, ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എൻ്റെ സുഹൃത്ത് ദീപു ഇതിൻ്റെ റൈറ്റർ, ഒരേ മുഖത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ അങ്ങനെ ദീപു കൊണ്ടുവന്നതാണ് ഈ സബ്ജക്റ്റ്. സലോൺ ചേട്ടനെ ആ സമയത്ത് ഡയറക്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. കേട്ടപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കുറേ ആയി കണ്ടിട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഇങ്ങനത്തെ സിനിമകൾ അതൊരു ഫോർമുല ഡ്രിവൺ എൻ്റർടൈൻമെൻറ്റ് മുന്നിൽ കണ്ട് ചിരിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. എന്നാൽ നമ്മൾക്ക് ഫോഴ്സ്ഡ് ഹ്യൂമറുകൾ ഉണ്ടാവാതിരിക്കുക. കഥാപാത്രങ്ങൾ അതിന് സാഹചര്യങ്ങളുണ്ട്, അപ്പോൾ അവിടെ ചെറിയ മണ്ടത്തരങ്ങൾ കാണിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം പേരെടുത്ത് പറയുന്നത്, എന്നാൽ നമുക്ക് പണ്ടറിയാലോ ഈ തട്ടിക്കൊണ്ടുപോക്കി അങ്ങനത്തെ ഒക്കെ സിനിമകൾ പോലെ നമുക്ക് പറയാവുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ കുറെ ഡ്രാമാസ് അതിനകത്ത് ഉണ്ടാവും, രസമുണ്ടാവും. ഈ പടക്കുതിര എന്ന് പറയുന്നത് പേര് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ട്, എന്ന് വെച്ചാൽ ഉടവാളിനേക്കാൾ ശക്തിയുണ്ട് പേനയ്ക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഒരു പക്ഷെ അത് തമാശയായിട്ടായിരിക്കില്ല അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അത്തരം ഒരു ശക്തിയും കൂടെ കാണിക്കുന്നുണ്ടോ പടത്തിൽ? ഈ പടക്കുതിര ഇന്നിപ്പോൾ നന്ദകുമാർ എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രത്തിൻ്റെ കയ്യിലാണ്. അച്ഛൻ്റെ കയ്യിലായിരുന്ന സമയത്ത് ഇതിനൊരു വളരെ ശക്തമായൊരു മാധ്യമമായിരുന്നു. ഇന്നിപ്പോൾ മകൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റും അയാളുടെ എത്തിക്സ് ഒന്നും ഇല്ലാത്തൊരുത്തനാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതൊരു യെല്ലോ മാഗസിനായി പൂർണ്ണമായിട്ടും അധപ്പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഫിനാൻഷ്യൽ ഇത് ലാഭം മാത്രം മുന്നിൽ കണ്ട് എന്തിനും വാർത്തയ്ക്ക് പ്രാധാന്യം മാത്രം നോക്കി പോകുന്ന, എന്നാൽ അത് എന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടണ്ടേ എന്നാ, അതും ആയിട്ടില്ല. അപ്പോൾ വീണ്ടും അവരുടെ ഒരു സെർച്ചാണ് എങ്ങനെ രക്ഷപ്പെടാം. അപ്പോൾ ആ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ടീമാണ് അഖിൽ കവല്ലൂർ, ജോമോൻ ജോദർ, നന്ദു ചേട്ടൻ, ഷമീർ. ഞങ്ങളാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പുകാർ ഇപ്പോഴത്തെ. ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ആ പടക്കുതിരയിലോട്ട് വളരെ യാദൃശ്യമായി വരുന്ന ഒരു അതിഥിയാണ് രഞ്ജി പണിക്കർ സാർ. സത്യം പറഞ്ഞാൽ അവിടുന്നാണ് പിന്നെ കഥയുടെ ഒരു ഗതി തന്നെ മാറുന്നത്. ഇൻ എ വേ ഹി ഈസ് ദ ഹീറോ ഓഫ് പടക്കുതിര ആക്ച്വലി. ഈ നന്ദകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ ക്രൈം നന്ദകുമാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ചോദിക്കേണ്ട ആക്ച്വലി ദീപുവിനോട്. ഡയറക്ടർ പറയട്ടെ, ശരിക്കും നന്ദകുമാർ അങ്ങനെ കൊടുത്തേക്കുന്നതിനകത്ത് പിന്നിൽ നിങ്ങൾക്കൊരു ദുരുദ്ദേശം ഉണ്ട്? ദുരുദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചാ പർപ്പസ്ഫുൾ ആണോ? അങ്ങനെ ഈ സിനിമ കാണുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു പക്ഷേ നമ്മൾ അവിടെ ഇരുന്ന് പതറിയില്ലേ? പറഞ്ഞാൽ ഈ ഡൗട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ അത് കുഴപ്പം വരുമോ? പോപ്പുലർ ആയിട്ടുള്ളൊരു നെയിം ആണല്ലോ, അതുകൊണ്ട് റൈറ്റർ എന്ന് പറഞ്ഞ അതാ കുഴപ്പമില്ല ചേട്ടാ റൈറ്റർ. ഞാൻ സാറിനോടല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട്, തികച്ചും
യാദൃശികം മാത്രം എന്ന്. ഫ്രഷ് പക്ഷെ എന്താ പറയുക, ഒരിക്കലും ഡീഫെയിം ചെയ്യുന്ന ഒന്നുമില്ല. എന്റെ കഥ വേറെ വഴിക്കാണ് പോകുന്നത്. കഥ വേറെ വഴിക്ക് ഒരിക്കലും അത് ഇപ്പൊ പേര് ഉപയോഗിച്ചാൽ തന്നെ ഡീഫെയിമേഷൻ ഒന്നും പോകാനുള്ളതൊന്നും അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ ദീപ് എഴുതിയായിരിക്കും. ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്നു, വേറൊന്നല്ല, നമുക്ക് ഒരാളുടെ നമ്മള് പക്ഷെ കഥ കേട്ടപ്പം എനിക്കും അത് ഓക്കെയാണ്. അരുണ് സിനിമയെ സൂക്ഷ്മമായി കാണുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ ശരിക്കും ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയില്ല ഇങ്ങനെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ അങ്ങനെ അത്രത്തോളം ഒരു ഡീപ്പായിട്ട് മറ്റു കാര്യങ്ങളെ കാണുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ യാദൃച്ഛ്യമായിട്ടൊരു മാഗസിൻ വന്നു കയറുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ വഴിയിലൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനിടയിൽ പിന്നെ വന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെയാണ്. ഒരു ഇഷ്യൂ, അതായത് ഈ രഞ്ജി പണിക്കർ വന്ന് കയറുന്ന ഒരു ഇഷ്യൂയിലോട്ടേക്ക് പിന്നെ ഇവർ അതിനകത്ത് ഹൂക്ക് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇവർ അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരിപാടി. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി എന്തെങ്കിലും വേറൊരു സൈഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഈ രഞ്ജി പണിക്കരുടെ ക്യാരക്ടർ പറയുമ്പോഴാണോ ശരിക്കും കോമഡിയിലേക്ക് ഇത് വഴിമാറുന്നത്? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നത് രഞ്ജേട്ടൻ കയറിയ അന്ന് മുതൽ ഇപ്പൊ ഷൂട്ടിംഗ് ടൈമിൽ രഞ്ജേട്ടൻ അതുവരെ ഞങ്ങളുടെ സെറ്റ് ഇങ്ങനെ വളരെ എന്താ പറയാ അച്ചടക്കത്തോടു കൂടി വളരെ ഇതായിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ. രഞ്ജി പണിക്കർ വന്നതോടുകൂടി സെറ്റിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു. അല്ല, അച്ചടക്കുന്നല്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എനർജി. അയ്യോ, നമ്മൾ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ മുന്നേ ഇടപെട്ടുള്ള ഒരു പരിചയം ഉണ്ട്. പക്ഷെ സാറിന് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഗോദ ചെയ്തു, ഓം ശാന്തി ആ ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ പ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് ഭയങ്കര എനിക്ക് തോന്നുന്നു ചില്ല് ചെയ്യാൻ വന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് സാറ് കഥ കേട്ടപ്പോ തന്നെ അതിലേക്ക് ഇറങ്ങി ക്യാരക്ടർ ആയിട്ടാണ് ഞങ്ങളുടെ സെറ്റിലേക്ക് കേറുന്നത് തന്നെ. മൈൻഡിൽ ഇങ്ങനെ കയറി വരുന്നത് തന്നെ ക്യാരക്ടർ ആയിട്ടാ. പിന്നെ അങ്ങോട്ട് ഒരു അതെ അതെ, അത് സ്ക്രീനിൽ വരട്ടെ, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു. പക്ഷെ സെറ്റിൽ നമുക്കത് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്തു. നമുക്കറിയാം മലയാളത്തിലെ വൺ ഓഫ് ദി റിനോൺഡ് റൈറ്റേഴ്സിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഭയം അദ്ദേഹത്തിനോടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം എന്നുള്ളൊരു ഫീല് കണക്ട് ചെയ്യുമല്ലോ. പക്ഷെ അതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അന്ന് അവിടെ സെറ്റിലുള്ള എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് നോട്രാ എന്നൊക്കെ ചോദിച്ച് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ അവര് വളരെ ഈസിയായി. അതിന്റെ ഒരു പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാച്ച് വർക്ക് ഒക്കെ ഉള്ള സമയത്തും സാറ് നമ്മളോടൊപ്പം സഹകരിച്ചതും ഒക്കെ ബിക്കോസ് ഐ ആം ഷുവർ അദ്ദേഹം ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു മനസ്സുകൊണ്ട്. അജു സാറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ചെറിയൊരു പിടുത്തമുണ്ട്, പ്രൊനൗൺസിയേഷൻ തന്നെ അനുകരിക്കാൻ പറ്റാത്തൊരു രീതിയും കൂടെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്വാധീനിച്ചിട്ട് നമ്മളും ആ തരത്തിൽ സംസാരിച്ചു പോകില്ലേ? ഇല്ല കേട്ടോ, അത് ഭയങ്കര പാടാ പറയാൻ. വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ രീതി ഒരിക്കലും കിട്ടില്ല. നമ്മളത് ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് നമ്മൾ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനത്തെ പ്രൊനൗൺസിയേഷൻ ഒന്നും ഇല്ല. പിടുത്തമുണ്ടായിക്കോട്ടെ, ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ സ്റ്റിഫ്നെസ് അദ്ദേഹം ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ അതല്ലാതെ ഡയലോഗിൽ നമുക്ക് പിടുത്തൊന്നും ഈ പ്രാവശ്യം അത് സാഹചര്യത്തിനനുസരിച്ച് ഹ്യൂമറായിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആടിലാണ് സാറിനെ ഭയങ്കര രസമായിട്ട് കോമിക്കായിട്ട് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടവും കൂടിയാണ് ആട് ഫസ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ ട്രെയിലർ ഇല്ലെങ്കിലും സലോണിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അതൊന്ന് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും. അടുത്ത ഇന്റർവ്യൂവിന് ഉറപ്പായിട്ട് നിങ്ങൾ പറയും ഇപ്പൊ ആടെന്ന് പറഞ്ഞില്ലേ, അതൊന്നുമല്ല പടക്കുതിര ആയിരിക്കും രഞ്ജി സാർ ചെയ്ത ഏറ്റവും നല്ല കോമഡി സാധനം പറഞ്ഞിരിക്കും. അത് ഭയങ്കര ഒരു ഉറപ്പാണ് കേട്ടോ, പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. സാറിന്റെ ഈ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ആസ് എൻ ആക്ടർ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ ചോദിക്കും. സുരാജേട്ടൻ ആ ക്യാരക്ടർ ചോദിച്ചു. അപ്പൊ കൊള്ളാം, വാല്യൂ ഉള്ളൊരു ക്യാരക്ടറാണ് എന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൊള്ളാം. അജു, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഞാൻ ശരിക്കും കണ്ടില്ല. ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടു. അജുവിന്റെ ക്യാരക്ടർ വന്ന് അതെ, ശരിക്കും അതിന്റെ ചില ഗ്ലിംസസ് മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കോമഡിയാണ് അതും. അപ്പം അജുവിന്റെ ഒരു ട്രാക്ക് ശരിക്കും നമ്മൾ ആ പഴയ കാലഘട്ടമുണ്ട്, കുഞ്ഞിരാമായണം മുതൽ നമ്മൾ അനുഭവിച്ച ഒരു അജു ഉണ്ട്. ആ അജുവിനെ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അജു കുറേ സീരിയസ് കൈൻഡ് ഓഫ് വേഷങ്ങൾ, പോലീസ് വേഷങ്ങൾ ചെയ്യുന്നു. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിൽ തിരിച്ചു കിട്ടുമോ?
ഇതിൽ എൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ ആസ്വദിച്ച് ചെയ്തത്. കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത, നമുക്ക് ഈ പറയുന്ന നമ്മളുടെ പണ്ടൊക്കെ ചെയ്ത കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് വരുന്ന ഒരു ക്യാരക്ടർ ഷെയ്ഡ്സ് ഇതിലുണ്ട്. കഥ പോകുമ്പോൾ നമ്മൾ നാച്ചുറലി മാറുമല്ലോ, ഗതി മാറും. പക്ഷെ എന്നാലും നമ്മൾ പ്ലേ ചെയ്യുന്നത് ഈ പറഞ്ഞ ലേസി ഇറസ്പോൺസിബിൾ ക്യാരക്ടർ തന്നെയാണ്. ഈ പോലീസ് സ്റ്റേഷനുകളുടെ സ്റ്റിഫ്നെസ്സും അവസാനം എനിക്ക് സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടം കാണുന്ന സമയത്ത് അത് പക്ഷേ അസാധ്യമായിട്ടുള്ളൊരു മുഖം ഉണ്ടായിരുന്നു അജുവിന്. ഞാൻ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഈ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് തന്നെ ചെറിയ കുളിര് കിട്ടൂലേ, ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുമല്ലോ. അതായിരുന്നു സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി ചെയ്യാൻ കിട്ടുന്നത് ഭയങ്കര ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ സുഖവും കൂടെ ആസ്വദിക്കില്ലേ ഇങ്ങനെ കോമഡി ചെയ്യുമ്പോൾ? ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്നത്തെ നമ്മൾ അന്ന് സംസാരിച്ച പോലെ മാറിപ്പോയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. എങ്ങനെ ഇത് റിസീവ് ചെയ്യപ്പെടും? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഓവർ ആക്ടിങ് എന്ന് പെട്ടെന്ന് പറഞ്ഞോളെ, അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പം അത് വരാതിരിക്കുക, അല്ലെങ്കിൽ അന്ന് അറ്റ് ദ സെയിം ടൈം ചിരിപ്പിക്കണം. അപ്പം ഇതിന്റെ ഒരു മീറ്റർ ഇതിന്റെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല സത്യം. അതിന് എപ്പോഴും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഡയറക്ടർ ആൻഡ് റൈറ്റേഴ്സ്, അവരുടെയും. ഇൻഫാക്ട് അവരെന്ന് മാത്രമല്ല, നമ്മളുടെ കോ ആക്ടേഴ്സ്, സെറ്റിലുള്ള ക്രൂ, അസിസ്റ്റന്റ് ഡയറക്ടർ, ആരെങ്കിലും നമുക്ക് നല്ലൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു വിമർശനമോ തന്നാൽ ഐ റിസീവ് ഇറ്റ്. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ സ്ക്രീനിൽ പ്രൊഡക്റ്റ് നന്നാവണമെന്നേ ഉള്ളൂ. അതെ അതെ അതെ. ഈ ഇപ്പോൾ അജുവിൻ്റെ ഇപ്പോൾ ഒരു ഷേപ്പ്, ബോഡി ലാംഗ്വേജ് ഒക്കെ ആനന്ദ് ശ്രീബാലയിലൊക്കെ കാണുമ്പോൾ ആ പോലീസുകാരുടെ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് യോജിക്കുന്നതോ അങ്ങനെ തന്നെ ആ ക്യാരക്ടർ വരുന്നുണ്ട്. പക്ഷേ ഈ ബോഡി ലാംഗ്വേജ് എല്ലാ ക്യാരക്ടേഴ്സിനും അത് തന്നെ ആവണമെന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അജുവിൻ്റെ കോൺഷ്യസ്നെസ് എനിക്ക് തോന്നുന്നു അജു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അജുവിന് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ബാക്കിയുള്ള പല ആക്ടേഴ്സും അങ്ങനെ അല്ല. അവർക്ക് അവരുടെ ബോഡിയെ കൂടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൂടെ പരുവപ്പെടുത്തി വെക്കും. അത്തരം കോൺഷ്യസ്നെസ് എന്തുകൊണ്ടാണ് വരാത്ത അജുവിന്? മടിയുടെ ഭാഗമായിട്ടായിരിക്കാം, ഭക്ഷണത്തോടുള്ള ഒരുപാട് താല്പര്യം കാരണമായിരിക്കാം. പക്ഷേ ഇപ്പം അഹമ്മദും KCF ചെയ്ത സമയത്തും നിർബന്ധം പറഞ്ഞു മെലിഞ്ഞേ പറ്റൂ. വിനീതിന്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾ മാത്രം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി, അതിന് മുന്നേയൊക്കെ നിർബന്ധം പറയും. ഇപ്പം മിഥുൻ പറഞ്ഞിട്ടുണ്ട് ആട് 3 ഫസ്റ്റായിട്ട് അതിൻ്റെ ഒരു മാസം സമയമുള്ളൂ ഇനി അത്. പക്ഷെ അത് അങ്ങനെ നിർബന്ധമാണ് എന്ന് അവർ പറഞ്ഞാൽ അങ്ങനെ കിലോ കണക്കെന്ന് എനിക്കറിയില്ല. ബട്ട് സാർ പറഞ്ഞു പ്രസന്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. കാര്യം സപ്പോർട്ടിങ് ആക്ടർ അല്ല, അതുകൊണ്ട് തന്നെ സെൻട്രലിൽ നിന്നാണല്ലോ ഒരു 5-6 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. അപ്പൊ സെൻട്രലിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രസന്റബിലിറ്റി ആവശ്യമാണ്. സിനിമയാണല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് കഥയാണ്, ഭയങ്കര റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് വരുന്നൊരു സിനിമയല്ല. അപ്പൊ അത് പറഞ്ഞിരുന്നു. മെലിയുന്നതിനേക്കാൾ സാറ് പറഞ്ഞത് പ്രസന്റബിൾ ആയിരിക്കണം, സ്റ്റൈൽ കുറച്ച് വേണം. ഇപ്പൊ ഹെയർ ഒക്കെ എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ ചുമ്മാ ചീകി ചെല്ലുന്നതിന് ലവണ്ടർ കൺസ്ട്രക്ഷൻ ഒക്കെ ചുമ്മാ ചീകി ചെല്ലുക. അപ്പൊ അതൊക്കെ ഹെയർ ഡു ഒക്കെ ചെയ്യണം, അതിനുവേണ്ടി സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. അജു പക്ഷേ ഇത്രയും സിമ്പിൾ ആവുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഇൻ ദ സെൻസ് ക്യാരക്ടർ അല്ല, ഒരു ആക്ടറുടെ തരത്തിലുള്ള ജാടകളില്ലാത്ത വളരെ സിമ്പിളായി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അജുവിനെ ഇപ്പോഴൊക്കെ ഞാൻ കാണുന്നത്. സീരിയസ് കൈൻഡ് ഓഫ് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അത് ശരിക്കും പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എന്താണ്? ഭയങ്കര ഇൻസെക്യൂർ ആക്ടർ ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഞാൻ കിടലൻ നടനാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല അഹങ്കാരം കാണിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. മ്യൂസിക് കിട്ടി നടന്നു വരും. ഭയങ്കര കോൺഫിഡന്റ് ആക്ടർ ആയിരുന്നെങ്കിൽ ഈ ധൈര്യമായിട്ടും കോൺഫിഡൻസ് ക്യാരി ചെയ്യാൻ ഇത് പലപ്പോഴും പൊതുമധ്യത്തിൽ വരുമ്പം. ഇന്നലെ നമ്മളൊരു ഇന്റർവ്യൂ എടുത്തു. അപ്പൊ പാർക്കിലാണ്. ഇപ്പൊ പാർക്കിൽ പോകുന്നതുകൊണ്ടോ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചുറ്റും ഒരു ചമ്മലുണ്ട്. അതായത് എത്ര പേര് ഇവനെയൊക്കെ നമ്മൾ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് അവരുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ 3-4 കുട്ടികളിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചെന്നിട്ട് രമ്യ ചേച്ചി ആങ്കർ ചെയ്ത്, രമ്യ ചേച്ചി ഒരു ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് അജു വർഗീസ് ഇഷ്ടമാണോ? അപ്പൊ ഞാൻ ഇന്നലെ അവരിപ്പോ നമ്മുടെ ഇഷ്ടമില്ലാത്തൊരു സിനിമ ഉണ്ട് കഴിഞ്ഞാൽ അവർ ഉടനെ പറയില്ലേ ചോദിച്ചു വാങ്ങുന്നേ. നമ്മൾ അതേ ഫിക്സ് ചെയ്യുന്നത്. ഭയങ്കരമായ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയാ ക്രിറ്റിസിസം ഉള്ളൊരു സമയത്ത് നമ്മളെല്ലാം ഒരു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ സിനിമ ചെയ്തു, തിയേറ്ററിൽ കഴിഞ്ഞു, പണ്ടാണെങ്കിൽ ചാനലിൽ വരും. ഞാൻ വരുന്ന കാലം തൊട്ട് പിന്നെ അത് ചാനൽ മാത്രമേ ഉള്ളൂ. DVD-യും CD-യും ഉള്ളല്ലോ, പിന്നെയാണല്ലോ OTT-യും വന്നത്. അപ്പൊ അതവിടെ തീരുവ. മനസ്സിലായോ? ചാനലിലും വലിയ ഒരു വർക്കാവാത്തൊരു സിനിമ അങ്ങനെ ആരും ചാനലിൽ പോയില്ല, അല്ലെങ്കിൽ കാണില്ല. ഇന്നങ്ങനല്ല. ഇത് എവിടെയെങ്കിലും വന്നിട്ട് സോഷ്യൽ മീഡിയ പോപ്പപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു മോശം പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു നന്നാവാത്തൊരു സിനിമയിൽ നമ്മൾ ഭാഗമായ
അത് പ്രേക്ഷകരുടെ കണ്ണിലെത്തും. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്ലിപ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏറ്റവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ കുറച്ച് നല്ലത് വന്നുകൂടി ഇതുപോലെ. അത് കാരണം ആ കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ട്. നമുക്ക് അതിൽ ഒരു സേ ഇല്ലാത്തൊരു ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് എപ്പോഴും ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇപ്പം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേറെ ജോലി ഇപ്പം വണ്ടി ഓടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അറിയാം, എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ല. പക്ഷെ മേ ബി അങ്ങനത്തെ ഒരു ജോലിയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ജാടലെന്ന് പറഞ്ഞു. അരുൺ ശരിക്കും ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് ഫോട്ടോകൾ മനസ്സിലൂടെ പോകും. ഫേമസ് ഫോട്ടോ ഇല്ലേ രഞ്ജിത്ത് സാറും കൂടെ ഗോവ ഫിലിം ഫെസ്റ്റിവലിലെടുത്ത് 2013 ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് രഞ്ജി പണിക്കരായിട്ട് ഞാൻ കണക്ട് ആവുന്നത്? ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട് അരുൺ. അതാണ് ജോലി. വേറെ പുറകിൽ വേറെ വർക്ക് ചെയ്തിട്ടില്ല. ഫോട്ടോഗ്രാഫറും അല്ല, പടം എടുത്തിട്ടുള്ള വേറെ ആൾക്കാരാണ്. അപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പാഷൻ എനിക്ക് തോന്നുന്നു ഒരുപാടായി തുടങ്ങിയിട്ട്. 28 വർഷം. ഞാൻ സംസാരിക്കുന്ന സമയത്താണ് രതീഷ് വർക്ക് ചെയ്ത കേബിൾ ചാനൽ, അതായത് നമ്മുടെ തങ്കമണിയുടെ ഡയറക്ടറുണ്ട്, ഉടലിന്റെയൊക്കെ തങ്കമണിയുടെ ഡയറക്ടറുണ്ട്. ആ പുള്ളി വർക്ക് ചെയ്തത്, രതീഷ് വർക്ക് ചെയ്ത കേബിളില് ചാനലിൽ ഉണ്ടായിരുന്നു അല്ലേ? രതീഷ് വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ട്. പുനലൂര് രതീഷ് വന്നിട്ടാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് അതിനകത്ത് വീഡിയോ സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴേ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ 96 ലാസ്റ്റ് മുതൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണോ എന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും ഫോട്ടോസ് മനസ്സിൽ വന്നിട്ടുണ്ടോ? ഒരുപാട്. രണ്ടു മൂന്നെണ്ണം പറയൂ. അവരുടെ പോസ്റ്റുകൾ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ വായിക്കാറുണ്ട്. കുറെ ഫോട്ടോസ് ഉണ്ട്. അത് അന്നത്തെ 96 ഞാൻ ഉണ്ടായിട്ടില്ല. എന്റെ അതിനേക്കാളുപരിയായിട്ട് ഞാൻ ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചത് ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ദീപക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഫോട്ടോഗ്രാഫറിന്റെ ക്യാരക്ടറാണ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട്. വന്ന് ഇവിടെ വന്ന് കഥ കേട്ടപ്പോഴും അത് എന്റെ അന്നത്തെ ഫ്രീലാൻസ് ലൈഫുമായിട്ട്, അതായത് ഞാൻ തുടക്കം 96 ലാസ്റ്റ് തുടക്കത്തിൽ പത്രത്തിനും മാഗസിൻസിനും വേണ്ടിയിട്ടായിരുന്നു പടം എടുത്തത്. അപ്പം ഫ്രീലാൻസ് അങ്ങനെ ഒരു 15 വർഷക്കാലത്തോളം ഫിലിം മാഗസിൻസ്, വിവൻസ് മാഗസിൻ, അങ്ങനെ എല്ലാത്തിനും എടുക്കും. അപ്പൊ ആ ലൈഫുമായിട്ട് എനിക്ക് ഈ ക്യാരക്ടറിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോഴുള്ളൊരു അതൊക്കെ മനസ്സിൽ ഓർത്ത് ചില സീൻസിലൊക്കെ ഉണ്ട്. എനിക്കത് എന്റെ ലൈഫുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് ലൈഫ്? കുറച്ചൊന്ന് പറയൂ, ചുരുക്കി പറയൂ. കുറച്ച് ഭയങ്കര അന്നത്തെ കാലമല്ലേ, നമുക്കന്ന് ഒരു ഫോൺ പോലും സ്വന്തമായിട്ടില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. നമ്മളന്ന് ഫിലിമിലെടുക്കുകയാണ്. ഫിലിമിലെടുക്കുന്നതിന്റെ ഒരു പ്രശ്നം അറിയട്ടെ, ഒരു പടം അത് കിട്ടിയോന്ന് അറിയണേ തന്നെ. ഇപ്പൊ പുനലൂര് നിൽക്കുന്ന ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊല്ലത്ത് ലാബിൽ വന്നത് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് നോക്കിയാൽ മാത്രമേ എനിക്കത് പതിഞ്ഞു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അത് അന്നത്തെ കാലത്തൊക്കെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ റോള് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അവർ പറഞ്ഞ 3 ദിവസം കഴിഞ്ഞു ഡെവലപ്പ് ചെയ്തത് കാണാൻ. അത് നമ്മളിങ്ങനെ കണ്ട് നോക്കിയിട്ട് അന്ന് നെഗറ്റീവ് നോക്കിയാണ് ജഡ്ജ് ചെയ്യുന്നത്. ആ ജഡ്ജ്മെന്റിനകത്ത് നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഇന്ന ഫോട്ടോ ഇന്ന സൈസ്. ഞാനും എടുത്തിട്ടുണ്ട് ഫോട്ടോ. എന്നിട്ട് ഈ നെഗറ്റീവ് വരുമ്പോ നല്ല ബ്ലാക്ക് ആണെങ്കിൽ നമുക്കറിയാം റിസൾട്ട് ഓക്കെ ആയിരിക്കും. വൈറ്റ് ആയി പോയിട്ടുണ്ടല്ലോ, ഞാൻ മുക്കാലി ക്യാമറ ഉണ്ടല്ലോ നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെട്ടി ക്യാമറ, അതിലാണ് ഞാൻ ഫോട്ടോ എടുത്ത് പഠിക്കുന്നത് സ്റ്റുഡിയോയിൽ. അപ്പം ആ സ്റ്റുഡിയോ വർക്ക് മുതലുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, ഡാർക്ക് റൂം ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹത്തിന്റെ, അതായത് രഞ്ജി പണിക്കരി ഏട്ടന്റെ പഴയ പണ്ടത്തെ മാഗസിന് വേണ്ടിയിട്ട് അന്ന് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡായിട്ട് കൂടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോഗ്രാഫി ലൈഫിൽ എങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു അതേ സംഭവം തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ക്യാരക്ടറാണ്. അപ്പൊ ക്യാരക്ടർ അല്ല, ജീവിക്കുകയല്ലേ സംവിധായകൻ പറയും. നമുക്കൊരു ഏരിയയിൽ ഭയങ്കര ശക്തമായ ഒരു വോയിസ് ഓവറിങ് വേണം. അത് അർജന്റായതുകൊണ്ട് നമുക്ക് ആർക്കും ടെൻഷൻ ഇല്ല. കാരണം ഈ വോയിസ് ഓവർ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. ശരീരം ഇല്ല, ബോഡി ഇല്ലല്ലോ. ബോഡി ഉണ്ടപ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു സേഫ്റ്റിയാണ്. വോയിസ് ഓവർ അല്ലാതെ പ്രേക്ഷകരെ ഇരുത്തണം, അത് പറഞ്ഞു പോകാൻ. അതിൽ അസാധ്യമായിട്ട് ചേട്ടന് പറ്റി. അല്ല, അത് ഉറപ്പായിരുന്നു നമുക്ക്. അദ്ദേഹം എവിടെയോ എനിക്കറിയായിരുന്നു ഇദ്ദേഹത്തിന് നന്നായത് പറ്റും. എന്നാൽ എനിക്ക് കാര്യം എന്താണെന്നറിയില്ല. 1-2 സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ ഇവിടെ പക്ഷെ പരിചയപ്പെടുത്തി. ആ വോയിസ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ വാചേട്ടൻ ആദ്യമേ തന്നെ പറഞ്ഞു അത് വേണ്ട, ബോഡി മാത്രം പോരാ. അതിൽ വോയിസ്
ശബ്ദം കൂടെ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ശരിയല്ല കേട്ടോ, അങ്ങനെ ആൾക്കാരെ അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഇതില് വേഷം ചെയ്തിട്ടുണ്ട്. വേഷം ചെയ്തിട്ടില്ല. അടിപൊളി. നിങ്ങൾ സിനിമയിലേക്ക് ഇപ്പൊ ഫസ്റ്റ് സിനിമയാണല്ലോ, അത് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ആണ്. ഫസ്റ്റ് സിനിമയിൽ എത്തിയെന്ന് പറയുന്നത് സ്ട്രഗിളിന്റെ എൻഡിലായിരിക്കണം ഫസ്റ്റ് സിനിമ എന്ന് പറയാം. ഇനി സ്ട്രഗിൾ വേറെ ഉണ്ട്, അത് പിന്നെ. ഇപ്പൊ ഈ സിനിമയിൽ എത്തിയത് എങ്ങനെയായിരുന്നു ശരിക്കും? ഞാൻ തമിഴിലായിരുന്നു. ആ ഏടിയായിട്ട്. അതെ അതെ, കുറെ വർഷം. അതെ, സാറ് വിളി. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പേരോ അല്ലെങ്കിൽ അജുവിനെ സാറേന്ന് വിളിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സാറേന്ന് വിളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പ്രൊഫഷണൽ കാര്യം തമിഴിലെ രീതിയാണ്. എന്നെ ഒരു ചേട്ടാന്ന് വിളിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 96 ഞാൻ ജനിച്ചിട്ടില്ലാന്ന് കാണിക്കാൻ. അതേ ഉള്ളൊരു കുഴപ്പം. അജുവിന് അധികം പ്രായമില്ല കേട്ടോ, ചെറിയ കുട്ടിയാണ്. ആ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ലൈഫിലുള്ള അതേ സ്ട്രഗിളിങ്ങും അതേ കഷ്ടവും എല്ലാം അനുഭവിച്ച് തന്നെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളോളം നടന്ന് ഇപ്പോൾ അജയുടെ മകൻ പോലെ ഈ പ്രായത്തിൽ ഇവിടെ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ അവസരം കിട്ടുക, അത് നമ്മളീ കാണുന്ന നിങ്ങൾ എല്ലാവർക്കും അറിയാലോ, അതെല്ലാം അനുഭവിച്ച് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. എങ്കിലും ഈ കഥ പറഞ്ഞ് ലോക്കാവുമ്പോ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് വരെ ഇല്ല, ആക്ച്വലി ഞാൻ കൊച്ചിയിലോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു പടമായിരുന്നു. അപ്പം ഒരു വലിയ ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു പടം. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും ഡിസ്കഷനും എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാനൊരു കൊച്ചു പടം ചെയ്താൽ മതി എന്നുള്ള ഒരു ഇൻഡസ്ട്രിയെ കുറച്ചുകൂടെ മനസ്സിലാക്കണം. എനിക്ക് ഇവിടെ ആരും തന്നെ പരിചയമില്ല. ഇപ്പോൾ അച്ഛനോട് ചോദിച്ചില്ല, ഇത്ര സിമ്പിള് ആണ്. ഒരുപക്ഷെ ചിലപ്പോൾ അത് ഒരു ആ ചോദ്യത്തിന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാട്ടോ. അത് തെറ്റാണോ ശരിയാണോ പറയുന്നത് കുഴപ്പമില്ലല്ലോ, അല്ലേ, മോശമാണ്. എന്നാലും ലാലേട്ടൻ്റെ ഒരു ഡയലോഗാണ്, എന്നാ നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയില്ലേ. എവിടുന്ന് ജനിച്ചു എന്നുള്ള ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് അപ്പനും അമ്മയെന്നും ഒക്കെ പകർന്ന് കിട്ടുന്ന ക്യാരക്ടറാണ്. അതേ നമ്മൾ എല്ലാവരും ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് ചെന്ന് അറിയാലോ, ആദ്യം ഒരു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടുന്ന് അജയൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു, അജയന് കഥ ഇഷ്ടപ്പെട്ടു. എന്റെ ചോദിച്ചോട്ടെ, അജു കഥ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ. ഇത് കേട്ടു തിരക്കഥയല്ല, കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ദീപു ഇരുന്ന് നാരേറ്റ് ചെയ്തു, ചീഫ് അസോസിയേറ്റ്, മേക്കപ്പ്, ആർട്ട് എല്ലാവരും ഇരുന്ന്. എനിക്ക് തോന്നുന്നു അയച്ചേട്ടന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കഥ കേട്ടതും കഥ കേൾക്കും, സ്ക്രിപ്റ്റ് ഓടിച്ച് ഞാൻ വായിപ്പിച്ചു. എന്നോടാ കളി. ഞാൻ ഇവരെ വിശ്വസിച്ചാ പോരെ. ഇല്ല, അതാ ഞാൻ പറഞ്ഞു, ഈ ഇപ്പൊ പറഞ്ഞ ബുദ്ധി കൂടുതൽ, അതുകൊണ്ട് വിശ്വസിക്കും. ഇല്ലേ അജു, അത് കറക്റ്റ് അല്ലേ? ഞാൻ പറയണ ശരിയല്ലേ? അപ്പൊ എന്താ ചില സമയത്ത് ഇമ്മീഡിയറ്റ് ചില സീനിന് മുന്നുള്ള സീൻ നമുക്കറിയില്ലല്ലോ, ഈ കഥ അറിയാമല്ലോ. സാർ അത് ഇങ്ങനെ, സാർ അതല്ല സാർ ഇത് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ, ഓ ആ ഓക്കെ. ഇതെല്ലാ ഡയറക്ടേഴ്സ് എന്നെ ഫേസ് ചെയ്തു സംശയങ്ങൾ. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ക്വാളിറ്റി മലയാള ഇൻഡസ്ട്രിയിൽ എല്ലായിരുന്നു. എന്നെ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ക്വാളിറ്റി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കാണും. അതാണ് ശരിക്കും ഈ പടം ഉണ്ടായത്. അപ്പൊ ആ സ്ട്രഗിളൊക്കെ മാറിയിട്ട് അജു കാരണമാണ് ഒരു സിനിമ ഉണ്ടായത്. ഡെഫിനറ്റ്ലി നാളെ ഞങ്ങൾ ചോദിക്കും കേട്ടോ, അജു കാരണമാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്റെ സിനിമയാണ്. ഒരു ഉദാഹരണം പറയാം, അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഒരു പ്രത്യേക സ്റ്റേജിൽ ഈ പടത്തിൽ ഒരു ചെറിയ ആവശ്യമാണ്, ഫണ്ടിന്റെ ഒരു സോഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസർ ഒരാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്രിട്ടിക്കലായ സ്റ്റേജിൽ ഇത് കാര്യങ്ങൾ എങ്ങനെ അജയൻ അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. രാവിലെ എന്നെ വിളിച്ചു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ഒരു 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ. ഞാൻ കടം വാങ്ങിച്ചായിരുന്നു. ആദ്യം എന്തോ ആകട്ടെ, എനിക്ക് ചെയ്ത് അത് ചുമ്മയാണ്, അത് ആരും വിശ്വസിക്കും. സ്വന്തം പൈസ തന്നെയാണ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അത് ചിലപ്പോൾ അത് ശരിയായിരിക്കും. തിരിച്ചു തന്നു. അതെ അതെ, അത് പറഞ്ഞ എന്തോ സത്യമുണ്ട്. 1 month എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അജിത്തേട്ടനാ വന്നത്, അജിത് വിനായക ഫിലിം. അത് ഞങ്ങൾ പോയി കണ്ടു. ഇദ്ദേഹം ദീപുവും വന്ന് എൻ്റെ അടുത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ എന്ത് വന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു സിനിമയ്ക്ക് മിനിമം വരുന്നൊരു ബഡ്ജറ്റ്
സിനിമയിൽ മാത്രമുള്ള ഈ കോടിക്കണക്ക് പറയുന്നത് എളുപ്പത്തിൽ. സാധാരണ ഇപ്പൊ ഞാൻ സിനിമയിലെല്ലാവരും എൻ്റെ ജീവിതത്തിൽ കോടിക്കണക്കില്ല, സത്യസന്ധമാണ്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്നുകൊണ്ട് ഇപ്പോൾ ഒരു എബോവ് ആവറേജ് മിഡിൽ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടാവാം. ഇവിടെ ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാൻ നമുക്ക് ഒരു 1 കോടി രൂപ ആവില്ലേ? ഏറ്റവും ചെറുതെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി ഉൾപ്പെടെ പോട്ടെ. അപ്പൊ കോടിയായി. അപ്പൊ നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ ഇന്ന് നല്ല ചെലവുണ്ട്. അപ്പൊ അത് ഇദ്ദേഹം എന്നെ വന്ന് ഇങ്ങോട്ട് ശമ്പളം തന്ന് ഇങ്ങോട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നോട് വൃത്തിക്കിരിക്കണം എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മള് സിനിമയുടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, എൻ്റെ ജോലി ഞാൻ സംശയങ്ങൾ ചോദിച്ചാണെങ്കിലും എനിക്ക് കരയ്ക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ബാക്കി ആരുടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. കാര്യം എനിക്ക് എൻ്റെ ക്യാരക്ടർ ഗംഭീരമാക്കുക എന്നല്ല, മോശമാക്കാതിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അത് നമ്മുടെ സിനിമ ഷൂട്ടിംഗ് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരത്തിൽ അതിൻ്റെ ആ ഒരു താളത്തെ ബാധിക്കുന്നെന്ന് വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളൊരു ഇടപെടലാണ്. അത് ഭയങ്കര ക്രൂഷ്യലാണ്. ആ സമയത്ത് തന്നെ ഇടപെടണം. അജുവിന് അത് ഓർക്കും, ഇൻഡസ്ട്രി ഓർക്കും. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ ചോദിക്കാൻ, ആട് 3 കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് ഇരിപ്പുണ്ട്. അത് ഉള്ളിലിരിക്കുകയാണ്. അജു ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. അതെ, അതിൻ്റെ തുടർച്ച പിടിക്കുക. അതിനെ അടുത്ത് മിഥുന വിശ്വാസമുണ്ട്, മിഥുനെ അത് പിടിച്ചോളും. പക്ഷെ എങ്കിലും അജു അതിനകത്തൊരു ഒരു ഇൻപുട്ട് ഇടണ്ടേ? ഇട്ടിട്ടില്ല. നെക്സ്റ്റ് മന്തേ ഷൂട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ആദ്യം എന്നോട് ഇപ്പൊ മിലിയൻ പറഞ്ഞേക്കുന്നുണ്ടേ, അതിന്റെ ടെൻഷനില്ല. അല്ല എങ്കിലും അതിനകത്ത് എനിക്കൊരു ടെൻഷനുണ്ട്. ഇപ്പോൾ അജുവിനില്ല, പക്ഷേ അജു ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയേ പറ്റൂ. ആട് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇതാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് 3-ല്. അപ്പം ആ ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മറ്റേ ചിരിപ്പടക്കങ്ങൾ വേണം നമുക്ക്, ഇല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരുപാട് വേണം. ആ തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അജുവിന്റെ മനസ്സിനകത്തും കൂടെ പോവില്ലേ ഈ ചിന്തകളൊക്കെ? ഞാൻ ആക്ച്വലി ഇല്ല, എടുക്കാറില്ല. കാര്യം എൻ്റെ ജോലിയല്ലല്ലോ ആ ടെൻഷൻ. അതിന് ഞാൻ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നു ഡയറക്ടറെ, ആ ക്രൂവിനെ, അതിൻ്റെ റൈറ്റേഴ്സ്. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എന്നെ ഡീവിയേറ്റ് ചെയ്യും. എല്ലാം കൂടെ ശ്രദ്ധയിൽ വന്നാൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് 3-4 പേജ് കഴിഞ്ഞാൽ 4-ലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ 2-എണ്ണത്തിൽ മറന്നു പോകും. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് അത് വായനാശീലം ഇല്ലാത്തതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരു തമാശ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമയുടെ തിരക്കഥ സീനിയർ ഡയറക്ടറാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഡയറക്ടറാണ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സും എൻ്റെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ വിളിച്ചപ്പോഴേ ഡേറ്റ് ഓക്കെ, 10-15 ദിവസം ഞാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണാൻ വന്നു. യാദൃശ്യമായി അവിടെ അടുത്തുണ്ടപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു സെറ്റിൽ വന്നപ്പോൾ നമ്മൾ കാണാൻ വന്നപ്പം നമ്മൾ സംസാരിച്ചു. ഡേറ്റ് ഒന്നുകൂടെ റീഅഷ്വർ ചെയ്തു. ഉണ്ടാവും ചേട്ടാ എന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു. ഞാൻ വേണ്ട ചേട്ടാ, അല്ല സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ. അല്ല പിന്നെ നമ്മൾ വീണ്ടും ഒരു സീനിയർ ഡയറക്ടറോട് അങ്ങനെ 3 പ്രാവശ്യമൊക്കെ പറയുന്ന അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്നാൽ ശരി വായിക്കാതിരുന്നാൽ പോരെ. ഞാൻ അതിരുന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിൽ എനിക്ക് ഷൂട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം മൊബൈൽ യൂസേജ് കുറയ്ക്കണമെന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വായിക്കാം. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിനിമ ചെയ്തില്ല. എനിക്ക് എൻ്റെ ക്യാരക്ടർ വർക്കായില്ല. എന്ത് കഷ്ടമാണ്. അതാ ഞാൻ അജു വായിക്കണ്ട. സിനിമ ചെയ്യില്ല, സിനിമ ഇറങ്ങി. എന്നിട്ട് സിനിമ കണ്ടപ്പോ ചെയ്യണമായിരുന്നു എന്ന് തോന്നി. ആൾക്കാർ ഒരുപാട് ആസ്വദിക്കുകയൊക്കെ ചെയ്യും. എന്റെ ക്യാരക്ടർ അല്ല മൊത്തത്തിൽ സിനിമയുടെ ഇതൊക്കെ. പക്ഷെ എന്റെ ക്യാരക്ടർ അതിലും ജസ്റ്റ് എന്റെ ക്യാരക്ടറിനെ ഉള്ളൂ. അപ്പൊ ജഡ്ജ്മെന്റ് ഓക്കെ ആയിരുന്നു. പക്ഷെ ക്യാരക്ടറിന് ഞാൻ വേറൊരു ക്യാരക്ടർ അതിൽ ചോദിച്ചു, പക്ഷെ അത് പെൺകുട്ടിക്ക് പറ്റുന്ന ക്യാരക്ടർ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആൺകുട്ടി ഒന്ന് മാറ്റിയാ മതി. അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയാൻ എല്ലാവരും. നിങ്ങളുടെ സ്ക്രിപ്റ്റ് വായിക്കാത്തത് ഭാഗ്യമായോ? അരുണേ, അത്യാവശ്യം ഈ സിനിമകളെയൊക്കെ അവലോകനം ചെയ്യുന്നൊരു മനസ്സുള്ള ഒരാളാണല്ലോ. ഈ സിനിമ എനിക്ക് തോന്നുന്നു പൂർണ്ണമായി കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അറ്റോമൂലോ കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും ഒരു ഫീൽ ഉള്ളത്? ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്നാണ് ഞങ്ങളൊക്കെ. ഗംഭീരമാണോ നല്ലതാണോ ഇറ്റ്സ് എ ചോയ്സ്. ഒരിക്കലും അവരുടെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ക്ലിയർ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പോർഷൻസ് ഡബ് ചെയ്ത സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഓവറോൾ ഞാനതിനകത്ത് കണ്ടൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ തലമുറയിൽ നിന്നുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്, പുതിയ തലമുറയിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഇത്
രണ്ട് ജനറേഷനിലും പെട്ട അത്യാവശ്യം ഒരു 2 മണിക്കൂറിനകത്ത് വെച്ചൊരു എന്റർടൈൻമെന്റ് ആയിട്ടൊരു സിനിമ കണ്ട് പോകാൻ പറ്റുന്നവർക്ക് ഉറപ്പായിട്ട് ഈ സിനിമ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എൻഡിൽ എത്തുമ്പോഴേക്കും ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ടെന്നാണ് മനസ്സിലാക്കണം അല്ലേ? അതെ. അതൊരു ഒരു ഗ്രിപ്പിംഗ് സാധനമാണ്. സസ്പെൻസ് ഉണ്ട്. ഏരിയയിലോട്ട് പോവാണ്. നാച്ചുറലി ഒരു സിനിമയുടെ ഒരു ഗ്രാഫിൽ പോലെ. പക്ഷെ ഇത് മൊത്തത്തിലൊരു ഒരു ഒരു തട്ടിപ്പുണ്ട്, ഒരു 420 പരിപാടിയുണ്ട്, ചീറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. അതുണ്ട് ഇല്ലേ? കട്ട് ചെയ്ത് പറഞ്ഞോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് കട്ട് ചെയ്താ. സാറ് നേരത്തെ പറഞ്ഞ പോലെ അരുൺ പുനലൂർ ഗംഭീരമായി അഭിനയിച്ച ഒരു സീൻ ഇരുത്തിയാ പറയുന്നത്, അത് കണ്ട് ഞാൻ ഇമോഷണൽ ആയി പോയി. പക്ഷെ ഞാനത് കട്ട് ചെയ്തു. ആദ്യമൊക്കെ കാണിക്കാൻ വരുന്നതാണ്. ഞാനത് ഫസ്റ്റ് ഡേ ആണ് ചെയ്തത്. പക്ഷെ ഞാൻ കരഞ്ഞിട്ട് ഇവരോട് ഒരു സ്റ്റോറി പറയുന്ന ഒരു സാധനമാണ്. ലാസ്റ്റ് കരയണം, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് വന്നിട്ട് പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 2ാമതും 3ാമതും ദിവസമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ സാർ പിന്നെ സാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഡബ് ചെയ്യാൻ വരുന്നതിന് തലേന്ന് രാത്രിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഈ ഇമോഷൻ വീണ്ടും തിരിച്ച് ഞാൻ എങ്ങനെ പിടിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ഒരു ഇതിൽ വന്നിട്ട് രാവിലെ വന്ന് ഡബിങ് തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അസോസിയേറ്റിനോട് പറഞ്ഞു, ചേട്ടാ കരയുന്ന സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ലാസ്റ്റ് എല്ലാം തീർത്തതിന് ശേഷം ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി അന്നേരം ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാം ചെയ്ത് തീർത്തിട്ട് ലാസ്റ്റ് പറഞ്ഞു, ചേട്ടാ ഇനി നമുക്ക് കരയുന്ന സാധനം ഡേ അതൊക്കെ ഫസ്റ്റ് കെട്ടിൽ പോയടേ. എന്തൊരു ക്രൂരനാണ്. ഇല്ല, അത് ലെങ്തിന്റെ പ്രശ്നം വന്നപ്പോ അതിനകത്ത് കുറച്ച് ലെങ്തിന്റെ പ്രശ്നമല്ല, അത് വോയിസ് ഓവർ പോയാൽ അങ്ങനെ ഒരു കുറച്ചുകൂടി ഇമോഷൻ നേരിട്ട് നിന്ന് പറയുന്നതിനേക്കാളും നമുക്ക് വോയിസ് ഓവറിലാകുമ്പോൾ കുറച്ചുകൂടി വിഷ്വൽ കാണിക്കാം. ഇദ്ദേഹം നിന്ന് പറയുമ്പോൾ നമുക്കത് സ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ലാഗ് തോന്നാം. അത് വോയിസ് ഓവർ ആക്കി അത് തന്നെ വോയിസ് ഓവർ അദ്ദേഹം തന്നെ ചെയ്തത്. വോയിസ് ഓവർ തന്നെ ഉണ്ട്, സേഫ് ആണ്. നിങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ല, അതുകൊണ്ട് ആ പ്രസൻസ് കുറച്ച് നീണ്ടു നിന്നു. മറ്റേത് ഒരു മിനിറ്റിൽ തീരുമായിരുന്നു. ഇതങ്ങനെയല്ല, അത് രസകരമായിട്ട് തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ നമ്മുടെ നമുക്കറിയില്ല. നമുക്ക് ഇത് ഒരിക്കലും അവരുടെ മുടക്കുന്നവരുടെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യില്ല. അജു പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണണം. കൊച്ചു സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യതയും കൂടെ നമുക്കുണ്ട്. കാരണം നാളത്തെ കിടിലം സംവിധായകനായിട്ട് വരുമ്പോൾ നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. അജുവിനൊക്കെ ചിലതൊക്കെ പറയേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം. ഞാനാണ് സഹായിച്ചത് എന്ന് അജു പറയണം, അല്ലേ? അത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടി. ഇല്ല, അങ്ങനെയൊന്നും പറയില്ല അജു. എന്തായാലും ആരെന്ത് പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ കാണണം. ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത് എൻ്റെ കൂടി ആഗ്രഹമാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. കാരണം നാളെ നമ്മളും സിനിമയായിട്ട് വരുമ്പോൾ നിങ്ങളാരും നിഷേധിക്കരുതല്ലോ. അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.